ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ തോപ്പുംപടിയിലെ വ്യാപാരികൾക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ളതാണ്. കൊച്ചി തോപ്പുംപടിയിലുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ വ്യാപാര ഭവന് മുമ്പിലുള്ള റോഡിൻ്റെ അറ്റത്തുള്ള ആർച്ച് രൂപത്തിലുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. സ്ഥലം MLA ശ്രീ KJ മാക്സിയാണ് ബോർഡ് അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷം തോപ്പുംപടിയിലെ വ്യാപാരികളുടെ വിശേഷമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി ഞാൻ ഇതോടൊപ്പം അപേക്ഷിക്കുകയാണ്. താങ്ക് യു. അതുപോലെ നമ്മുടെ നെഞ്ചിനായും നമ്മുടെ കൗൺസിലറും KK ചേട്ടൻ, അതുപോലെ വ്യാപാരി പ്രതിനിധികളെ, പ്രതിനിധികളെ, വ്യാപാരി സുഹൃത്തുക്കളെ, ഇത് കുറേ വർഷങ്ങളായി നമ്മുടെ ഒരു വളരെ ആഗ്രഹമായിരുന്നു. ഇന്ന റോഡിൻ്റെ പേരും അതുപോലെ തന്നെ വ്യാപാരത്തിൻ്റെ ഒരു ബോർഡും വെക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇത് നമുക്ക് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കുറേ വ്യാപാര സമൂഹം ഇന്ന് വളരെ മുൻപന്തിയിലാണ്. എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വളരെ എന്ത് വിഷയങ്ങളും മുൻപിൽ എടുത്ത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് കേരള വ്യാപാരി സേവന. കഴിഞ്ഞ 2 മണി മുമ്പ് തന്നെ നമ്മൾ ഓക്കി ദുരിതവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA അന്ന് 3 ലക്ഷം രൂപ ടോയ്ലറ്റ് 18 കുടുംബങ്ങൾക്കുള്ള ടോയ്ലറ്റ് സംവിധാനം നമ്മൾ ഏർപ്പാട് ചെയ്തു. അങ്ങനെ അതുപോലെ അതിനുശേഷം ഇങ്ങോട്ടൊക്കെ പ്രളയത്തിനും അതുപോലെ തന്നെ 50,000 രൂപ ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചു. അതുപോലെ 1 കോടി രൂപ ജില്ലാ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രി ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. അങ്ങനെ ഒത്തിരി ജനകീയ വിഷയങ്ങളിലും സമൂഹങ്ങളിലെ എല്ലാ വിഷയങ്ങളും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന സംഘടന വ്യാപാരി വ്യവസായ സമിതി. അതുകൊണ്ട് നമ്മുടെ ഈ വലിയൊരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിന് നമ്മുടെ സമിതി വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ചേട്ടൻ പ്രിയങ്കരനായ ഈ കൊടി ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലെ ഉദ്ഘാടന ചടങ്ങിലേക്കും അവരുടെ മന്ത്രാർത്ഥം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൗൺസിലർ ഭാരവാഹികളായിട്ടുള്ള കൗൺസിലറും പണിക്കരേട്ടൻ, കിഷോറും ഇത്രയുള്ള മറ്റ് ഭാരവാഹികളുടെ സുഹൃത്തുക്കളാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി
കോമ്പടി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റീവ് സൂചിപ്പിച്ചതുപോലെ വ്യാപാരികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പൊതു നന്മകൾക്കായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ യൂണിറ്റ്. യൂണിറ്റിൻ്റെ പ്രവർത്തനം അതിവിപുലമാണ്. എല്ലാ മേഖലകളിലും സാധാരണക്കാരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആസ്ഥാന മന്ദിരത്തിലേക്കുള്ള റോഡ് നമ്മുടെ കൗൺസിലർ മുൻചേട്ടൻ ചെയ്തു കൊടുത്താണ്. അതിന് പ്രത്യേകം മുൻചേട്ടനെ അഭിനന്ദിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വലിയൊരു ബോർഡ് സ്ഥാപിക്കുകയാണ്. ഈ ബോർഡ് ഇവിടെ എല്ലാ കാലത്തും ഇതിങ്ങനെ ഉയർന്നു നിൽക്കട്ടെ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോമ്പനി യൂണിറ്റിൻ്റെ ഭവൻ ബോർഡാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഈ ബോർഡ് കാണുമ്പോൾ അഭിമാനം ഉണ്ടാവും. വ്യാപാരികളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെയും സഹായിക്കുന്ന എനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാർത്ത പണിക്കർ വ്യാപാരിയെ തോപ്പിടിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളുടെ സഹകരണം വളരെ വലുതാണ്. അവരുടെ സാമൂഹിക പ്രതിബദ്ധത ഒട്ടും കുറവില്ലാതെ നടപ്പിലാക്കുന്നതിന് അവർ പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി നമുക്ക് കാണാൻ കഴിയും. എനിക്കൊരു സഹായമാണ് കൊച്ചിയിലെ തോപ്പടിയിലെ വ്യാപാര സമൂഹം. അതിന് മുൻകൈ എടുക്കുന്നതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് MLA അവർക്ക് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും ഒരു ചെറിയ ഞങ്ങളിവിടെ നിൽക്കുമ്പോഴാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യം വേണമെന്നുള്ള ആവശ്യം. നമ്മുടെ ഓശഗിരി പടിഞ്ഞാറ് വശം കിടക്കുന്ന ബോട്ടിൽ ഞാൻ താൽക്കാലികമായിട്ടെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നും കളക്ടറോട് നിന്ന് അനുവാദം വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതിന് കാര്യങ്ങൾ വ്യാപാരി ഏകോപന സമിതിയെ നമുക്ക് ഏൽപ്പിച്ചാൽ അവരത് ഭംഗിയായിട്ട് ചിന്തിച്ച് അതിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഉന്നമനത്തിനും വികസനത്തിനുമൊക്കെ അവർ കളമൊരുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. MLA അത് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ നൂറുകണക്കിന് കാര്യം അദ്ദേഹത്തിനുണ്ട്. തോപ്പുപടിയിലെ റോഡിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം എന്നെ വളരെയധികം സഹായിക്കുക. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അതിന് നന്ദി പറയേണ്ടിയിരിക്കുന്നതാണ്. കാരണം അടുത്ത് തന്നെ എനിക്ക് 2 വലിയ റോഡും അതിനോടനുബന്ധിച്ചുള്ള ഇടവഴികളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട്. അത് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ഉത്തരവാദിത്വം, കൗൺസിലിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ വ്യാപാരികളുടെ ഒരു ആവശ്യം കൂടിയായ പാർക്കിങ്ങുള്ള സൗകര്യം കൂടി ബഹുമാനപ്പെട്ട MLA മുൻകൈയെടുത്ത് ചെയ്തു തരണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. എന്നെ ഇതിന് വിളിച്ചതിന് ഇത് സംസാരിക്കാനായിട്ട് അനുവദിച്ചതൊക്കെ കൃതജ്ഞ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പതാക ഉയർത്തി എക്കാലവും MLA പറഞ്ഞ പോലെ ഉയർന്നു പാറി പറക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ പതാക ഞാൻ ഉയർത്തുകയാണ്.